ഫ്രണ്ട്സ്, അമേസിങ് സീക്രറ്റ്സ് ഓഫ് ബ്യൂട്ടിയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കിണ്ണത്തപ്പമാണ്. എങ്ങനെ കിണ്ണത്തപ്പം ഉണ്ടാക്കാം. അപ്പം റംസാനൊക്കെ നോമ്പ് തുടങ്ങിയല്ലോ. അപ്പം നോമ്പ് തുറക്ക് കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന്, അതിന് എന്തൊക്കെ വേണമെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് അരിപ്പൊടിയാണ്. ഒരു പാത്രത്തിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വെള്ള അരിപ്പൊടിയാണ്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് 2 കപ്പ് തേങ്ങ, പിന്നെ അതുപോലെ 1 കപ്പ് പഞ്ചസാര, പിന്നെ കിസ്മിസ് എടുത്തിട്ടുണ്ട്, 2 ഏലക്കയുണ്ട്, പിന്നെ ബട്ടർ. നമുക്കത് അവിയിൽ കയറ്റിയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേച്ച് കൊടുക്കാൻ വേണ്ടി ബട്ടറുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മളിതിൽ ആദ്യം അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ച് അതിൻ്റെ പാലെടുക്കുക. തൊത്തോടെ വേണ്ട, നമ്മളത് അരച്ച് പാലെടുക്കുക. അപ്പം ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി നമുക്കിത് അരച്ചെടുക്കാം. തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പം ഈ തേങ്ങാപ്പാൽ വെച്ച് വേണം നമ്മൾ ഈ അരിപ്പൊടി ഇട്ട് അരച്ചെടുക്കാനുള്ളത്. അപ്പം നമുക്കിനി മിക്സിയിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തേങ്ങാപ്പാൽ ഇതിലോട്ട് ഒഴിക്കാം. കുറേശ്ശെ വെച്ച് അഴിക്കാം. എന്നിട്ട് നമുക്ക് ഈ പഞ്ചസാരയും കൂടെ ഇതിലിട്ട് കൊടുക്കാം. അപ്പം മധുരം അനുസരിച്ച് നിങ്ങൾ പഞ്ചസാര എടുത്താൽ മതി. അപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് മധുരം ഉണ്ടെങ്കിലല്ലേ അവർ കഴിക്കും. അപ്പം അതനുസരിച്ച് നിങ്ങളിടാം. എന്നിട്ട് ഈ തേങ്ങാപ്പാൽ ഇപ്പോൾ ഒരുപാട് ഒഴിക്കേണ്ട, കുറേശ്ശെ ഒഴിച്ച് അരച്ചെടുക്കുക. ഒരു പ്രാവശ്യം അരച്ചെടുത്തതാണ്. അപ്പം വെള്ളം നമുക്ക് തേങ്ങാപ്പാൽ കുറച്ചുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ തന്നെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഞാൻ അതിൽ കൂടെ തന്നെ ഏലക്ക ഞാൻ അതിൻ്റെ അകത്തുള്ളത് മാത്രമേ ഇടുന്നുള്ളൂ, പുറന്തോട് ഇടുന്നില്ല. അപ്പോൾ ഏലക്കയും കൂടെ ഞാനിവിടെ 2 ഏലക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രമാണ് അതിനുവേണ്ടി എടുക്കുന്നത്. ഈ ഒരു പാത്രത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. അതൊന്ന് ഇളകി വരുന്നതിന് വേണ്ടിയാണ്. അതൊന്ന് ബട്ടർ മുഴുവനായും തേച്ച് കൊടുക്കാം. ഇത് സൈഡിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. ഞാനിതാണ്ട് ഇപ്പോൾ ഇഡ്ഡലി തട്ടിനിൽ അതിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കിസ്മിസ് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കാം. കിസ്മിസും കാഷ്യൂ നട്ടും ഇടാം കേട്ടോ. കാഷ്യൂ നട്ടും നല്ലതാണ്. ഇതിങ്ങനെ ഡെക്കറേഷനിൽ ഇങ്ങനെ ഇടാം. കണ്ട, ഇത്രയും നമ്മൾ ചെയ്ത് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് ആവിയിൽ ഇങ്ങനെ വേണം. ഒരു ചെറിയ തീ ആക്കി വെക്കുക. വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. വെന്തോന്നറിയാൻ വേണ്ടി ഒരു സ്പൂൺ എടുത്ത് അതിൻ്റെ ബാക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് കുത്തി നോക്കിയാൽ മതി. അപ്പം വെന്തിട്ടില്ലെങ്കിൽ അതിൽ ആ സ്പൂണിൽ പറ്റും. ഇപ്പം വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.